Good morning, all. Good morning. What kind of some device of gear law? Planning national gear law. Okay, then നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഓർഗനൈസിംഗ് അല്ലേ? അതുവരെ നമ്മൾ പ്ലാനിങ്ങിന്റെ എല്ലാം കംപ്ലീറ്റഡ് അല്ലേ? നമുക്ക് ഓർഗനൈസിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പേജ് നമ്പർ നിങ്ങൾ ഷെയർ ചെയ്യാമോ? എവിടെയും ഞങ്ങൾക്ക് പേജ് നമ്പർ ഇല്ല, പ്രസന്റ് ചെയ്യുന്നതിലും ഇല്ല, അതുകൊണ്ട് ഷെയർ ചെയ്യാം. നമുക്ക് ഓർഗനൈസിംഗ് എന്നുള്ളതാണ് നമുക്ക് അടുത്ത ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ? ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ പ്ലാൻ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമാണ്. അത് പ്ലാനിങ് ഇല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആകെ താമരപ്പിഴകൾ ഉണ്ടാവാം. എന്നാൽ ചില കാര്യങ്ങളൊക്കെ അറ്റ് എ ടൈമിൽ ചിലപ്പോൾ പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരാം അല്ലെ? അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഓർഗനൈസിങ് ചെയ്യുക അല്ലെ, അതെല്ലാം സംഘടിപ്പിക്കുക. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യുന്ന മാതിരി തന്നെ സംഘടിപ്പിച്ച് മുന്നേറി കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. അപ്പൊ ഓർഗനൈസിംഗിൽ എന്താ പറയണെന്ന് നോക്കാം. ദിസ് ഇൻക്ലൂഡ്സ് ദ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ റിക്വയർഡ് ആക്ടിവിറ്റീസ്. എന്ത് ആക്ടിവിറ്റീസ് ആണ് ആ ആക്ടിവിറ്റീസ് നേടിയെടുക്കുന്നതിന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക അല്ലെ? ഓരോന്നും ചെയ്യുന്നതിന് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത രീതിയിൽ ചെയ്തു പോകണമെങ്കിൽ ആ ആക്ടിവിറ്റികളെ എങ്ങനെ നമ്മൾ ക്രമീകരിക്കണം അല്ലെ? അതെന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞത് ക്രമീകരിക്കുക. അങ്ങനെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നല്ല രീതിയിലുള്ള ക്രമീകരണ നടപടികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല കൃത്യമായിട്ട് നടപ്പാക്കി കൊണ്ടുപോകാൻ സാധിക്കൂ. The activities are then grouped together and each group of activities is assigned to a manager through the process of delegation both horizontally among the different managers on the same level and vertically from superiors to subordinates. Okay, നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ കൈകാര്യം ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം ചില കാര്യങ്ങളെല്ലാം തന്നെ മാനേജറിന്റെ കീഴിൽ സബോർഡിനേറ്റിനെ കൊണ്ട് കീഴുദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഡ്യൂട്ടികൾ ഉണ്ടാവാം. അപ്പൊ അത്തരത്തില് വരുമ്പോൾ നമുക്കറിയാം വെർട്ടിക്കലി സുപ്പീരിയേഴ്സിനെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് തന്നെയായിരിക്കും കീഴുദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടികളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുന്നത്. അതല്ലാതെ നമുക്കറിയാം ചില കാര്യങ്ങളെല്ലാം സെയിം നേച്ചറിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പൊസിഷനിലുള്ള മാനേജേഴ്സിനൊക്കെ ഒരേപോലെ തന്നെ അല്ലെ? ഇൻ കേസ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലും അല്ലെ, അത് ഡിഫറെന്റ് ബ്രാഞ്ചുകളിലേക്കൊക്കെ ആക്കിയാണെങ്കിലും സെയിം ലെവലിലുള്ള നേച്ചറാണ്. ഹൊറിസോണ്ടലി അവർക്കെല്ലാം അധികാരങ്ങളൊക്കെ വിട്ടുകൊടുത്ത് അവർക്ക് കീഴിലുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാനായിട്ടുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി അല്ലെ? ഡെലഗേഷൻ എന്ന് പറയുമ്പോൾ അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കുന്ന ഒരു രീതിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പുകളിലാക്കാം. അതല്ല എങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം സുപ്പീരിയറിനെ വെച്ചിട്ട് അവരുടെ കീഴിൽ വർക്ക് ചെയ്യിപ്പിക്കേണ്ട ഒരു വിധത്തിൽ വേണമെങ്കിൽ ആക്ടിവിറ്റിയെ നമുക്ക് കൈകാര്യം ചെയ്യാം. എനിവേ ഇതെല്ലാം കൂടി നമുക്കറിയാം ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് എന്തിലേക്ക് വേണ്ടിയിട്ടാണ്? ടുഗദർ അല്ലെ? ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ ഒരു മെയിൻ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? അതെല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് നമ്മൾ ക്രമീകരിച്ച് കൊണ്ടുപോകുകയാണെങ്കിലാണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും അല്ലെ? പ്ലാൻ ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്കെല്ലാം ക്രമീകരിച്ചു കൊണ്ടുപോകണം അല്ലെ? സംഘടിപ്പിച്ചു കൊണ്ടുപോകണം. അതിന് നമുക്കറിയാം ഇൻ കേസ് ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ അല്ലെ അത് നമുക്ക് കൃത്യമായിട്ടുള്ള ക്രമീകരണം. ചിലതൊക്കെ ബ്രാഞ്ച് ബേസിൽ നമുക്കറിയാം ഒരേ കാറ്റഗറി ചെയ്യുന്ന പേഴ്സൺസിനൊക്കെ അധികാരങ്ങളൊക്കെ എത്തിച്ച് അവർക്ക് കുറെ അല്ലെ മീറ്റിംഗ് കൂടാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള അധികാരങ്ങളൊക്കെ വിട്ടുകൊടുത്ത് വലിയ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ഏൽപ്പിക്കാം. ചിലതെല്ലാം നമുക്കറിയാം
ഒരു ലീഡേഴ്സിനെ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറേക്ക് മേൽനോട്ടം ചുമതലകൾ ഉൾപ്പെടുത്തിയിട്ട് അവരുടെ അണ്ടറിൽ കുറെ സപ്പോർട്ടീവ് വർക്കേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചത് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. അങ്ങനെ വെർട്ടിക്കലി ഹൊറിസോണ്ടലി നമുക്ക് ഈ അധികാരങ്ങളൊക്കെ പങ്കുവെച്ച് പല രീതിയിലും ക്രമീകരണം നടത്തിയിട്ട് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. This part of the management involves the establishing an international role for the people. Okay, നമുക്കറിയാം നമ്മള് ഈ കാര്യങ്ങളൊക്കെ സ്ഥാപിക്കുമ്പോൾ എല്ലായിടത്തും അല്ലെ, നാഷണലി ഇന്റർനാഷണലി എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരേ നേച്ചർ ആയിരിക്കണം അല്ലെ. ഈ ഹോസ്പിറ്റലിലെ കുറെ നിയമ നിബന്ധനകൾ 24 hours വർക്കിംഗ് ആയിരിക്കും അല്ലെ, കുറെ കാര്യങ്ങളൊക്കെ രീതികൾ ഫോളോ ചെയ്യുന്നുണ്ട്. നഴ്സുമാർക്കൊക്കെ ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ അത് മറ്റൊരു ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് ആയിരിക്കില്ല. ഇന്റർനാഷണലി കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഈ കാര്യങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊടുക്കുന്നത്. അല്ലാതെ സ്വന്തമായിട്ട് എന്താണ് ഓരോ സ്ഥാപനത്തിനും ഓരോ ഹോസ്പിറ്റലിനും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. എന്തെങ്കിലും നാഷണലി ഇന്റർനാഷണലി നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ട ഒരു രീതി ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്ത് തന്നെയായിരിക്കണം നമ്മളിങ്ങനെ ക്രമീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ട്. Organization is the form of every human association for the attainment of a common purpose and the process of relating specific duties or functions in a role. Okay, JD Moore അഭിപ്രായത്തിൽ ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് it's the form of every human association for the attainment of a common purpose and the process of relating specific duties or functions. അവിടെ കോമൺ ആയിട്ടുള്ള ഒരു പർപ്പസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം സ്പെസിഫിക് ഡ്യൂട്ടികളൊക്കെ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഫംഗ്ഷൻസുകളെല്ലാം ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ട് ഹ്യൂമൻ അസോസിയേഷൻസ് അത് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് തന്നെ നേടിയെടുക്കാനായിട്ട്, അതായത് കോമൺ പർപ്പസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അതിനെ സജ്ജമാക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലാണ് അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ സംഘാടനം എന്നുള്ളതാണ്. അത് ഏത് രീതിയിലും സംഘടിപ്പിക്കാം. പക്ഷെ നമുക്കറിയാം നാഷണലി ഇന്റർനാഷണലി നമുക്ക് ഒരു പങ്കുണ്ട്. ആ ഒരു നേച്ചർ അനുസരിച്ചിട്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. പിന്നെ അവിടെ നമുക്കറിയാം ഏത് രീതിയിൽ വേണമെങ്കിലും ഫോളോ ചെയ്യാനൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അതിന്റെ ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലെ, അതിനൊരു തത്വങ്ങളുണ്ട്. വേണമെങ്കിൽ പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. ചില ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യുമ്പോൾ ചിലൊരു രീതി ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കാം. എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ഹൈറാർക്കി, ഒരു നിശ്ചിത ശ്രേണിയുണ്ട് അല്ലെ. നമുക്കറിയാം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് അല്ലെ, അതേപോലെ തന്നെ ഡ്യൂട്ടി ചെയ്യേണ്ടത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെസ്പോൺസിബിലിറ്റി ഒക്കെ കൃത്യമായിട്ട് നിർവഹിച്ചു പോകണമെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ശ്രേണി ഉണ്ടായിരിക്കണം. A hierarchy is a system of organizing people into different ranks or levels of importance. Okay, അതായത് ആ ഡ്യൂട്ടിയുടെ റാങ്കിങ്ങോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഒക്കെ വെച്ചിട്ട് ആ വ്യക്തികൾക്കുള്ള റാങ്കിങ്ങുകളുണ്ട്. നമുക്കറിയാം ഒരു മാനേജറിന്റെ പൊസിഷൻ കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള ക്വാളിഫിക്കേഷനും സ്കില്ലും ഒക്കെ വേണം വേണ്ടിവരില്ലേ. അല്ലാതെ മാനേജർ പൊസിഷനിൽ ഏർപ്പാടാക്കാൻ പറ്റുമോ? വേണ്ടിവരും അല്ലെ. ടോപ്പ് ലെവലിലുള്ള ജീവനക്കാർക്ക് അതിൻ്റെതായ പൊസിഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് അതിൻ്റെതായിട്ടുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സ്കില്ലും നോളജ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു ലെവലിൽ അവർ ക്യാച്ച് ചെയ്യുന്നത്. സോ നമുക്കറിയാം അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള റാങ്കിങ് കാര്യങ്ങളുണ്ടാവും. അപ്പൊ ആ ഹൈറാർക്കി സിസ്റ്റത്തെ നമുക്കറിയാം ടോപ്പ് ലെവലിൽ തുടങ്ങി അല്ലെ, അതിന്റെ താഴെ മിഡിൽ ലെവലിൽ, അതിനുശേഷം നമുക്കറിയാം സബോർഡിനേറ്റ് ഏറ്റവും താഴെയൊക്കെ ആയിരിക്കും ഫീൽഡ് വർക്കേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർ കൺട്രോളിംഗ് പവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, താഴെയിടയിലുള്ള ജീവനക്കാരെ കൊണ്ട് നല്ല രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ സിൻസിയറായിട്ട് നിർവഹിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈറാർക്കി സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹൈറാർക്കിയാണ്. ഹൈറാർക്കി എന്ന് പറയുന്നത് ഒരു കൃത്യമായ ശ്രേണിയാണ്. ഹൈറാർക്കി ഈസ് എ സിസ്റ്റം ഓഫ് ഓർഗനൈസിംഗ് പീപ്പിൾ ഇൻടു ഡിഫറെന്റ് റാങ്ക്സ് ഓർ ലെവൽസ് ഓഫ് ഇമ്പോർട്ടൻസ് അല്ലെ. അവിടെ അവരുടെ റാങ്കിങ് അനുസരിച്ചിട്ടുള്ള പ്രാധാന്യം അനുസരിച്ചിട്ടുള്ള ഒരു ഓർഗനൈസിങ്, ഒരു സംഘടിപ്പിക്കലാണ്, ഒരു ശ്രേണി രൂപത്തിലുള്ള സംഘടനമാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോപ്പിലുള്ളവർക്കൊക്കെ ഒരു മുകളിലെ പൊസിഷൻ ആണെങ്കിൽ ഏറ്റവും താഴെയുള്ള പൊസിഷനിൽ വരുന്നവര് അതിനനുസരിച്ചിട്ടുള്ള റാങ്ക് കുറഞ്ഞ വ്യക്തികളായിരിക്കും താഴെയുള്ള പൊസിഷനിൽ ഉണ്ടായിരിക്കുന്നത്. വീണ്ടും മറ്റൊരു പ്രിൻസിപ്പിൾ പറയുന്നത് സ്പാൻ ഓഫ് കൺട്രോൾ. എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്?
നമുക്കറിയാം നമ്മുടെ ഹൈറാർക്കി സിസ്റ്റം അനുസരിച്ചിട്ട് മുകളിലുള്ളവർക്കാണ് കൺട്രോളിംഗ് പവർ കൂടുതലുണ്ടാവുക അല്ലെ. അതിനനുസരിച്ചിട്ട് താഴെയുള്ളവർക്ക് റാങ്കിങ് പൊസിഷൻ അനുസരിച്ചിട്ട് അവരുടെ കീഴിലുള്ളവരെ അവരെ നല്ല രീതിയിൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ നിർവഹിക്കാൻ തീർച്ചയായിട്ടും അവരുടെ തൊട്ട് മുകളിലുള്ളവരെ ആയിരിക്കും അവർ ഉത്തരവാദിത്തങ്ങൾ റിപ്പോർട്ടുകളൊക്കെ കൊടുക്കേണ്ടതൊക്കെ വരും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സ്പാൻ ഓഫ് കൺട്രോൾ ഉണ്ടാവും. ഒരു കൺട്രോളിന് ഒരു നിശ്ചിത അകലം സ്ഥാപിച്ചിരിക്കുക എന്നുള്ളതാണ്. It is also known as a span of management, span of supervision, span of responsibility or span of authority. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അതായത് മാനേജ്മെന്റ് അല്ലെ, മാനേജ്മെന്റ് ആ സിസ്റ്റം ആ ഒരു സ്പാൻ ഓഫ് കൺട്രോൾ രീതിയിലായിരിക്കും മാനേജ്മെന്റ് അത് ക്രമീകരിക്കുന്നത്. സ്പാൻ ഓഫ് സൂപ്പർവിഷൻ നമുക്കറിയാം, ആ സൂപ്പർവിഷന് നടത്തുന്നവരുടെ കീഴിൽ കുറെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ. അവര് തീർച്ചയായിട്ടും ആ സൂപ്പർവൈസറിനെയാണ് അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടികളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അല്ലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അവരുടെ റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത് ആ സൂപ്പർവിഷന് വരുന്ന വ്യക്തികൾക്കായിരിക്കും. തീർച്ചയായിട്ടും സൂപ്പർവിഷന് വരുന്ന വ്യക്തികളായിരിക്കും അവരുടെ കീഴിലുള്ള എംപ്ലോയീസിനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഡ്യൂട്ടികളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ലെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് അവർ ചെയ്യാൻ പറ്റാത്തത്. ഒരുപക്ഷെ അവർക്ക് ട്രെയിനിങ്ങിന്റെ അഭാവം കൊണ്ടാണോ, അവർക്ക് പുതിയ മെഷീൻസ് ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ടാണോ, അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ടോ അല്ലെ. അതൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത് എന്താണ് മാനേജർക്കൊന്നല്ല അല്ലെ. അവരുടെ അതായത് തൊട്ട് താഴെ മുകളിലുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു അധികാര രീതികൾ എങ്ങനെ പങ്കിടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ ലെവലിലുള്ള ജീവനക്കാരും കൃത്യമായിട്ട് വർക്ക് ചെയ്യാം. കാരണം അവരുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ അതെല്ലാം വിലയിരുത്തി തന്നെ കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. സ്പാൻ ഓഫ് കൺട്രോൾ നമുക്കറിയാം, ഒരു നിശ്ചിത വ്യക്തിക്ക് കുറച്ചു പേരെ കൺട്രോൾ ചെയ്യാനായിട്ടേ പറ്റുള്ളൂ അല്ലെ. എല്ലാ മുടങ്ങുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. വിവിധ മേഖലകളിലും വിവിധ ബ്രാഞ്ചുകളിലും ഓരോ സൂപ്പർവൈസേഴ്സുമാരൊക്കെ നിയോഗിക്കുന്നത് കൊണ്ടാണ് അവരുടെ കീഴിലുള്ളവരെ മാത്രമേ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ കുറച്ച് ഒരു പരിധിയുണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വ്യക്തികളുടെ ഹ്യൂമൻ റിസോഴ്സസിന്റെ എണ്ണത്തിൽ. സോ അവര് സ്പാൻ ഓഫ് സൂപ്പർവിഷൻ അല്ലെ, സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ അവരുടെ അധികാരം അനുസരിച്ചിട്ട് തന്നെ സൂപ്പർവൈസ് ചെയ്യുന്നു. സ്പാൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഓർ സ്പാൻ ഓഫ് അതോറിറ്റി. ഇതിനൊക്കെ വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നത് കൊണ്ടാണ് അവർക്ക് അധികാരങ്ങൾ ഉണ്ട്. ഇന്ന രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്, ഉത്തരവാദിയായിട്ടുള്ള പേഴ്സൺ ആണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഈ പേഴ്സൺസ് അണ്ടറിലുള്ള പേഴ്സൺസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ ഉത്തരവാദി എന്ന് പറയുന്നത് ആ സൂപ്പർവൈസർ ആയിരുന്നു. സോ അതുകൊണ്ട് അത് അവര് അത്രയും കെയർഫുൾ ആയിട്ടായിരിക്കും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. സ്പാൻ ഓഫ് കൺട്രോളിന് മറ്റു പേരുകൾ എന്തൊക്കെയാന്നുള്ളത് അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. ഒക്കെയാണ്. ഓർഗനൈസിംഗ് എന്നുള്ളത് എന്താണെന്ന് ക്ലിയർ അല്ലേ? അണ്ടർലൈൻ ചെയ്ത് പോകേണ്ട പോയിന്റ്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് പോവുക. ഇൻക്ലൂഡ്സ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ റിക്വയർഡ് ആക്ടിവിറ്റീസ്. ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. അത് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെയും JD മോണി എന്താണ് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളത് അത് ആരുടെ ഡെഫിനിഷനിലാണ് പറയണേന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അത് നോട്ട് ചെയ്ത് പോവുക. പ്രിൻസിപ്പൾസ് ഓഫ് ഓർഗനൈസിംഗിലെ ഫസ്റ്റ് പോയിന്റ് ഹൈറാർക്കിയാണ്. ഹൈറാർക്കിയിൽ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് റാങ്ക്സ് ഓർ ലെവൽസ് ഓഫ് ഇമ്പോർട്ടൻസ് അല്ലെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഹൈറാർക്കി സിസ്റ്റം വരുന്നത്. ഓക്കെ, സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് അടുത്ത പോയിന്റ്. അതുപോലെ തന്നെ സ്പാൻ ഓഫ് കൺട്രോളിങ്ങിന് മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെക്കുക. സ്പാൻ ഓഫ് മാനേജ്മെന്റ്, സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, സ്പാൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഓർ സ്പാൻ ഓഫ് അതോറിറ്റി. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ മതി. എല്ലാം ഇത് സെയിം ആയിട്ടുള്ള മീനിങ്. ഓക്കെ, അവർക്കായിരിക്കും അതോറിറ്റി ഉണ്ട്, അധികാരം ഉണ്ടാവുക. റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ അവരായിരിക്കും. സൂപ്പർവിഷൻ നടത്തുന്നത് മാനേജ്മെന്റ് അല്ലെ, കൈകാര്യം ചെയ്തതെല്ലാം അവർ തന്നെയായിരിക്കും. Okay, the span of control is the number of a subordinate who report directly to manager or a leader. നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ സബോർഡിനേറ്റ് എന്ന് വെച്ചാൽ കീഴുദ്യോഗസ്ഥർ ഡയറക്റ്റ് ആയിട്ട് അവർക്കായിരിക്കും റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അവരെ സംബന്ധിച്ച് നമുക്കറിയാം സൂപ്പർവൈസറിനും അവരുടെ മേലധികാരികളുണ്ട് അല്ലെ. അവര് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റിപ്പോർട്ടുകൾ അവർ സബ്മിറ്റ് ചെയ്യേണ്ടത്. The more employee assigned to a manager, the wider their span of control. അല്ലെ, ഒരുപാട് എംപ്ലോയീസ് അവരുടെ അണ്ടറിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് പേരെ കൺട്രോൾ ചെയ്യേണ്ട അധികാരം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രിൻസിപ്പിൾ. ഓക്കെ അല്ലേ? ഹൈറാർക്കി എന്താണ്, സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ്? ഓക്കെ, ക്ലിയർ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ?
എല്ലാവർക്കും ടെസ്റ്റ് ഒക്കെ കിട്ടിയോ? നോട്ടൊക്കെ കിട്ടിയോ? നോട്ട് ചെയ്ത് പോവേണ്ടത് ആ പ്രിൻസിപ്പൾസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോകും. ഓക്കെ, അല്ലാത്തവരും ഇവരൊക്കെ ഉണ്ട്. എന്തെങ്കിലും സ്പീഡിൽ കൂടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. നോക്കാം. അടുത്ത പോയിന്റ് ഇന്റഗ്രേഷൻ വേഴ്സസ് ഡിസ്ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ വേഴ്സസ് ഡിസ്ഇന്റഗ്രേഷൻ. എന്താണ് ഇന്റഗ്രേഷനും ഡിസ്ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്? ഓക്കെ, നമുക്കറിയാം പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായിട്ടൊക്കെ പ്രവർത്തിച്ച് മാത്രം മുന്നോട്ട് പോയ കാര്യമില്ല അല്ലെ. ഇതെല്ലാം കൂട്ടിയിണക്കി നമുക്ക് ഒരു ലക്ഷ്യത്തിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സോ നമുക്ക് കൂട്ടിയിണക്കി ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്, എന്നാൽ സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞത് ഹൊറിസോണ്ടലും അല്ലെ വെർട്ടിക്കലായിട്ടും അധികാരങ്ങൾ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം ചിലത് അങ്ങനെ അല്ലെ ഒരു സ്റ്റഡി അനുസരിച്ചിട്ടല്ല, ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തു പോകേണ്ട കാര്യങ്ങൾ ഉണ്ടാവാം. നോക്കാം. ഇന്റഗ്രേഷൻ ബ്രിക്സ് തിങ്സ് ഓർ പീപ്പിൾ ടുഗദർ യു വോണ്ട് ബി സർപ്രൈസ്ഡ് that disintegration means things are coming apart. ഓക്കെ, ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒന്നിച്ച് നിൽക്കുന്നു, അതേസമയം ഡിസ്ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വേറിട്ട് പാർട്ടായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. Disintegration means when one thing is split into parts or just cease to exist. When something is destroyed, broken up to pieces or falls apart on its own, that's a disintegration. അതായത് നമ്മളിപ്പോ ഒരു വലിയ ഒരു സംഭവത്തിന് തന്നെ പാട്ടാക്കി തിരിച്ചിട്ട് അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ഇപ്പൊ ഇൻ കേസ് നമുക്കറിയാം ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ ഒറ്റയ്ക്ക് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ സാധിക്കില്ല അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ അസംബിൾ ചെയ്ത് കൊണ്ടുവരേണ്ട സാധനം ചിലപ്പോൾ റോ മെറ്റീരിയൽസ് ആണെങ്കിൽ തന്നെ അത് ചിലപ്പോൾ വേണമെങ്കിൽ തരംതിരിച്ച് കൈകാര്യം ചെയ്തിരിക്കണം. അപ്പൊ മൊത്തത്തിൽ ആ റോ മെറ്റീരിയൽസിന്റെ വിഭാഗത്തിനായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട് അല്ലെ. ഓരോ പാർട്ടുകളും ചിലപ്പോൾ വേണമെങ്കിൽ ഓരോ വിഭാഗത്തിനെ തന്നെ ഏൽപ്പിച്ച് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ ചില കാര്യങ്ങളിലെല്ലാം ഒരു സെപ്പറേഷൻ ആവശ്യകത ഉണ്ടാവാം. സോ അതനുസരിച്ചിട്ട് നമുക്കറിയാം ഡിസ്ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതേസമയം ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് എല്ലാം കൂട്ടി യോജിപ്പിച്ച് അല്ലെ. നമ്മൾ ഒരു പേഴ്സണൽ സർവീസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പേഷ്യന്റിന് സർവീസ് കൊടുക്കുമ്പോൾ ആ പേഷ്യന്റിന് സർവീസ് ചിലപ്പോൾ വേണമെങ്കിൽ സ്കാൻ ചെയ്യേണ്ടതുണ്ടാവാം, എക്സ്റേ എടുക്കേണ്ടതുണ്ടാവും. ആ പേഷ്യന്റിന് തന്നെ ഇതെല്ലാം കൂട്ടി ഇണക്കി കൊടുക്കണം അല്ലെ. എന്നാലാണ് ആ പേഷ്യന്റിന് സർവീസ് കൃത്യമായിട്ട് ആ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം മറ്റേ ടൈമിൽ തന്നെ വന്ന് ഡോക്ടറെ കണ്ട് അവർ പറയുന്ന ഡോക്ടർ പറയുന്ന അനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വിധേയമാക്കി തിരിച്ച് ആ ഒരു ഇതിൽ തന്നെ ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സമയപരിധി ഉണ്ടായിരുന്നു അല്ലെ. അവിടെ നമുക്കറിയാം അത് കോർഡിനേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ്, ഇന്റഗ്രേറ്റ് ചെയ്ത് ഒന്നിച്ച് കൂട്ടിയാക്കി കൊടുത്താൽ മാത്രമാണ് അദ്ദേഹത്തിന് അന്ന് തന്നെ കണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡ്യൂട്ടികൾ ഉണ്ടാവാം. സെപ്പറേറ്റ് ആയിട്ട് അല്ലെ. ഇൻ കേസ് നമുക്കറിയാം പേഷ്യന്റ് ആണെങ്കിലൊക്കെ സെപ്പറേറ്റ് പക്ഷെ അത്ത ടൈമിൽ നമുക്കറിയാം പിന്നെ അല്ലെ റൗണ്ട്സിന് മുമ്പ് തന്നെ എല്ലാ റിപ്പോർട്ട്സിലും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും പല രീതിയിൽ വർക്കുകൾ കൈകാര്യം ചെയ്യാം. പക്ഷെ എപ്പോഴും നമുക്കറിയാം മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണെങ്കിലും നമുക്കറിയാം ഇന്റഗ്രേഷൻ വേഴ്സസ് ഡിസ്ഇന്റഗ്രേഷൻ ആയിട്ട് വേണമെങ്കിൽ വർക്കുകൾ കൈകാര്യം ചെയ്യാവുന്നതാണ്. പക്ഷെ ലക്ഷ്യം ഒന്നാണെന്നും എയിം ഒന്നാണെന്ന് മനസ്സിലാക്കി. ഓക്കെ അല്ലേ. പീസസ് ഓഫ് ഒക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്ത് പറഞ്ഞത്. ഓക്കെ, എന്താണ് ഇന്റഗ്രേഷനും ഡിസ്ഇന്റഗ്രേഷൻ അതൊക്കെയാണ്. അതേപോലെ തന്നെ സെൻട്രലൈസേഷൻ വേഴ്സസ് ഡിസെൻട്രലൈസേഷൻ ഉണ്ട്. ഓക്കെ, നോക്കാം. സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് സെൻട്രലൈസേഷൻ ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ where the decision making capability rests with the top management. Okay, ചില നിയമങ്ങളൊക്കെ പാസ്സാക്കാനായിട്ടുള്ള അധികാരം ആർക്കായിരിക്കും? മിക്കവാറും നിയമങ്ങൾ കാര്യങ്ങൾ കേസ് നമ്മൾ ഈ പറഞ്ഞ പോലെ സൂപ്പർവൈസറിന് അവരുടെ കീഴിലുള്ള കീഴുദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമില്ല. മെയിൻ ആയിട്ടുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള അധികാരങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം ടോപ്പ് ലെവലിലുള്ള ജീവനക്കാർക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളത്. So centralization is a form of organization structure where the decision making. Okay, decision making capabilities rest with the top management. Top management underlying ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കൽ കാര്യങ്ങൾ. A couple of hand-picked members are intended to create a strategy between the goals and objectives based on which organization will function.
ഓക്കെ, ഓർഗനൈസേഷൻ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ മാനേജ്മെന്റ് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലെ അവിടെ 1-2 പേരൊക്കെ ആയിരിക്കും, അവരൊന്നിച്ചിരുന്നിട്ടായിരിക്കും ഇത്തരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അല്ലെ. ക്രിയേറ്റ് സ്ട്രാറ്റജി ആൻഡ് ഡിറ്റർമിൻ ദ ഗോൾസ് അല്ലെ. ഒബ്ജക്റ്റീവ്സ് നമുക്കറിയാം, ലക്ഷ്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെയാണ് അവിടെ എടുക്കുന്നത്. അത് ടോപ്പ് ലെവലിലുള്ള ജീവനക്കാരാണ് എടുക്കുന്നത്. അവരൊന്നിച്ചിരുന്നിട്ടാണ് അത്തരത്തിലുള്ള സെൻട്രലൈസ് ചെയ്തിട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസിഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ സെൻട്രലൈസേഷൻ ആണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ഡിസെൻട്രലൈസേഷൻ ഈസ് അനദർ ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ that functions by delegating decision-making capabilities to multiple teams across geographies. Okay. ഇപ്പൊ നമുക്കറിയാം ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരുപാട് സൂപ്പർവൈസർമാരൊക്കെ ഉണ്ടെന്ന് അല്ലെ. അപ്പൊ പൊതുവായിട്ട് ഒരു ഘട്ടത്തിലുള്ള കുറെ സൂപ്പർവൈസർമാർക്ക് നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്ത് പോവാം. സോ അങ്ങനെ വരുമ്പോഴെന്താണ് അവരെല്ലാവരും കൂടി അവര് മാത്രമായിട്ട് തന്നെ ഡിസെൻട്രലൈസ് ചെയ്തിട്ട് അല്ലെ അധികാരങ്ങൾ ഉപയോഗിച്ചിട്ട് അവരൊരു തീരുമാനത്തിലേക്ക് എത്തും. അത് ടോപ്പ് ലെവലിലുള്ള ജീവനക്കാരെ വെച്ചിട്ടല്ല, ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരു തീരുമാനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വേരിയേഷൻസ് ഒക്കെ ഇൻക്ലൂഡിങ് കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കാം. സോ അവരെന്താണ് അവിടെ ടോപ്പ് ലെവലിലെ തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂപ്പർവൈസർമാര് അവര് തന്നെ എടുക്കുന്ന ഒരു തീരുമാനമാണ്. അത്തരത്തിലുള്ള തീരുമാനങ്ങളെയാണ് നമുക്കറിയാം ഡിസെൻട്രലൈസേഷൻ. കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു തീരുമാനമല്ല, അവരവരുടെ കീഴിലുള്ള വർക്കുമായി ബന്ധപ്പെട്ട് അവര് സ്വാഭാവികമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഡിസെൻട്രലൈസേഷൻ ഈസ് അനദർ ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതും ഓർഗനൈസേഷന്റെ ഒരു ഘടനയ്ക്ക് അനുയോജ്യമായിട്ടാണ് ആ പ്രവർത്തനത്തിന് അടിസ്ഥാനമാക്കി തന്നെയാണ് ഈ ഡിസെൻട്രലൈസേഷൻ വരുന്നത് അല്ലെ. വലിയ വലിയ തീരുമാനങ്ങളൊന്നല്ല അവിടെ നടപ്പാക്കി പോകുന്നത്. ചിലപ്പോ ആ ഡെയിലി അല്ലെ ഒരു ആള് ആബ്സെന്റ് ആണ്, മറ്റേ ടൈമില് നമുക്കറിയാം അവര് അല്ലെ ആ ഒരു അബ്സെന്റിസം അല്ലെങ്കിൽ ആ പ്രശ്നം അല്ലെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോ ആണെങ്കിൽ അവരൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അത് ഒരു ഡിസെൻട്രലൈസേഷൻ ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. ഓക്കെ, ആ ഒരു അധികാരം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിൾ അധികാരം പങ്കിടുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ ഭാഗമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു അധികാരം വെച്ചുകൊണ്ടാണ് ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് എന്താണ് മറ്റൊരു രീതിയിലുള്ള സ്ട്രക്ചറിന്റെ ഘടനയാണ് ഡിസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെൻട്രലൈസേഷനും ഡിസെൻട്രലൈസേഷനും തമ്മിലുള്ള വേരിയേഷൻ ക്ലിയറാണോ? എല്ലാവരും ഓക്കെ ആവണോ കേട്ടോ? 1-2 പേര് മാത്രം ഓക്കെ ആവുമ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോണം. ഓക്കെയാണ്. സെൻട്രലി എടുക്കുന്ന തീരുമാനങ്ങൾ അതേപോലെ തന്നെ കുറച്ച് അല്ലെ അധികാരം ഡിസെൻട്രലി വേണമെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. യൂണിറ്റി ഓഫ് കമാൻഡ്. ഇതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന അടുത്തൊരു പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് കമാൻഡ്. Okay, it is a classical principle of a management theory in which each employee only responds to one supervisor. Okay, നമുക്കറിയാം നമ്മളിപ്പോ അല്ലെ ഇന്ന് പറയുമ്പോ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു സൂപ്പർവൈസറുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ അദ്ദേഹത്തിനെ മാത്രം ഒബേ ചെയ്യേണ്ട കാര്യമുള്ളൂ, അനുസരിക്കേണ്ട കാര്യമുള്ളൂ അല്ലെ. അതല്ല ന്യൂറോളജി വിഭാഗത്തിലെ സൂപ്പർവൈസറിനെ അനുസരിക്കേണ്ട കാര്യമില്ല. ശരിയല്ലേ? ശരിയാണോ? യെസ് അല്ലെ. അപ്പൊ ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്, തത്വമാണ്, മാനേജ്മെന്റ് തിയറിയാണ്. അതായത് എംപ്ലോയി ഓൺലി റെസ്പോണ്ട് ടു വൺ സൂപ്പർവൈസർ അല്ലെ. അദ്ദേഹം റെസ്പോൺസിബിൾ ആയിട്ടില്ല അദ്ദേഹത്തിന്റെ മുകളിലുള്ള മേലാധികാരി, അൺകൺട്രോൾ പോയിന്റ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിറ്റി ഓഫ് കമാൻഡ് തന്നെ ആരാണോ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത് അവരോട് മാത്രം റെസ്പോൺസിബിൾ ആവേണ്ട കാര്യം. അപ്പൊ ആ ഒരു രീതി ഫോളോ ചെയ്യണം. അതായത് ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? പ്ലാൻ ചെയ്തതനുസരിച്ചിട്ട് എല്ലാ ഹ്യൂമൻ റിസോഴ്സസും നല്ല രീതിയിൽ തന്നെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയീസ് എല്ലാം തന്നെ ഈ ഒരു സ്ട്രക്ചർ ഉള്ള ഈ ഒരു ഓർഗനൈസിംഗ് സ്ട്രക്ചർ ഉള്ള ഘടനയുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും അല്ലെ. കമാൻഡ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോൾ അധികാരം പങ്കുവെച്ചിരിക്കുന്ന ആൾക്ക് തന്നെ റെസ്പോൺസിബിൾ ആയിരിക്കും അല്ലെ. എന്തെങ്കിലും അധികാരം പറഞ്ഞിട്ടുണ്ട്, അധികാരി നമ്മളിൽ എന്തെങ്കിലും അധികാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കാനായിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. സോ അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തോട് മാത്രം. ഓക്കെ, വീണ്ടും ഡെലഗേഷൻ.
അതിന്റെ മീനിങ് എന്തൊക്കെ തന്നെയാണ്? ഈ അധികാര പങ്കിടലാണ് അല്ലെ? നമ്മളിപ്പോ പറഞ്ഞു ഒരു അബ്സെന്റിസം വന്നു അല്ലെ, അത് ഇനി അതിന്റെ ഒരു അബ്സെന്റ് ആയതുകൊണ്ട് ആ ഒരു വർക്കുകൾക്കൊന്നും ഒരു ഡിലേ ആകരുത്. കാരണം അതിന്റെ ആ സൂപ്പർവൈസറിന്റെ ചുമതലയുള്ള പേഴ്സൺ എന്താണ്? തീരുമാനങ്ങൾ എളുപ്പത്തിൽ എടുക്കണം അല്ലെ? അതിനുള്ള അധികാരം ആർക്കുണ്ട്? ചുമതലപ്പെടുക അല്ലെ? അതിനുള്ള അധികാരം ആർക്കുണ്ട്? ആ ഒരു സൂപ്പർവൈസർക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ അധികാരം പങ്കിടലാണ്, ചുമതലപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ആ അധികാരം ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ കയറണം, അല്ലെങ്കിൽ ഇന്ന ആള് കയറാം, ഇന്ന ലൈറ്റിങ് ഇന്ന ആൾ കയറാം അല്ലെ? അപ്പൊ കൃത്യമായിട്ട് തന്നെ അനുസരിക്കാനായിട്ട് ആ അതിന്റെ കീഴിലുള്ള സബോർഡിനേറ്റ് തയ്യാറാണ്. Delegation is an assignment of authority to another person to carry out specific activities. പ്രത്യേക ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യുന്നതിന് അല്ലെ, അത് നിർവഹിച്ചു പോകുന്നതിന് അധികാരം ഉള്ള അല്ലെ, അതിന്റെ ഡെലിഗേഷൻ അധികാരങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ആ അതോറിറ്റി ഉള്ള പേഴ്സണെ നമ്മൾ എന്താണ് അത് റെസ്പോൺസിബിൾ ആയിട്ട് എടുക്കണം. അധികാരങ്ങൾ അവരോട് കീഴ്പ്പെട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇറ്റ് ഈസ് എ പ്രോസസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ആൻഡ് entrusting a work to another person, and therefore one of the core concept of a management leadership. Okay, നമുക്കറിയാം ഒരു നല്ലൊരു ലീഡർഷിപ്പ് പവർ ഉള്ളവരെയാണ് നമ്മൾ അധികാരം ഏൽപ്പിക്കുള്ളൂ അല്ലെ? സൂപ്പർവൈസറിന്റെ ചുമതലയൊന്നും എല്ലാവരും ഏൽപ്പിക്കില്ല. നമുക്കറിയാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ, ക്വാളിഫൈഡും സ്കില്ലും നോളജും ഉള്ള പേഴ്സണെയാണ് അത് ഏൽപ്പിക്കുന്നത്. അപ്പൊ മാനേജ്മെന്റ് ആ ലീഡർഷിപ്പ് പവർ അവരെ ഏൽപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അധികാരങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, വിട്ടുകൊടുത്തിട്ടുണ്ടാവും. അത് അദ്ദേഹം എന്ത് ചെയ്യും? ആ അധികാരത്തിന് ഇൻട്രസ്റ്റിംഗ് വർക്ക് ടു അനദർ പേഴ്സൺ അല്ലെ, അനദർ പേഴ്സണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ഡെലിഗേഷൻ വിട്ടുകൊടുക്കുന്നതനുസരിച്ചിട്ട് അദ്ദേഹത്തിന് കീഴിലുള്ള വർക്കേഴ്സിനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും. ഓക്കെ, അതൊരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ തന്നെയാണ്. അത് എന്താണ് അതിൽ പ്രധാനമായിട്ട് നോക്കുക? ഡെലിഗേഷൻ. അപ്പൊ ഈ ഓർഗനൈസിങ് എന്ന് പറയുന്ന ഫങ്ഷൻസിൽ വരുന്ന പ്രിൻസിപ്പിൾസ് ആണ് ഇതെല്ലാം ഓരോ അല്ലെ. ഹൈറാർക്കീസ്, കൺട്രോൾ, ഇന്റഗ്രേഷൻ വേഴ്സ് ഡിസ്ഇന്റഗ്രേഷൻ, സെൻട്രലൈസേഷൻ വേഴ്സ് ഡിസെൻട്രലൈസേഷൻ, യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് ഡെലിഗേഷൻ. ഓക്കെ, ഇതിലെല്ലാം ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുകയാണെങ്കിൽ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വിച്ച് ക്യാൻ എംപ്ലോയ് ഫുള്ളി റെസ്പോണ്ട് ടു വൺ സൂപ്പർവൈസർ. അല്ലേ? നോട്ട് ചെയ്താ യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണെന്നുള്ളത്? ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്യാരി ഔട്ട് സ്പെസിഫിക് ആക്ടിവിറ്റീസ് അല്ലെ, അവിടെ അതോറിറ്റി വിട്ടുകൊടുക്കുകയാണ്. ഡെലിഗേഷൻ ഈസ് ആൻ അസൈൻമെന്റ്. ഓരോന്നും ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോവുകയാണ്. PG ആയതുകൊണ്ട് പ്രൊഡക്ഷൻ പഠിക്കേണ്ടതുണ്ട്. മറ്റേതൊക്കെ ആണെങ്കിൽ ഒന്നിച്ച് എന്തെങ്കിലും ക്യാച്ച് ചെയ്താൽ മതി അല്ലെ. ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അധികാരങ്ങൾ വിട്ടുകൊടുക്കുന്നതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്തെങ്കിലും അല്ലെ, ഇവിടെ ഡിസിഷൻ എടുക്കാനുള്ള മെയിൻ പവർ സെൻട്രലി ഉള്ളതാണ് അല്ലെ. അതേസമയം നമുക്കറിയാം അധികാരങ്ങൾ കുറച്ചു പേർക്കെങ്കിലും അവർ വിട്ടുകൊടുക്കുന്നുണ്ടാവും. എല്ലാവർക്കും വിട്ടുകൊടുക്കില്ല. മെയിൻ ആയിട്ടുള്ള അല്ലെ അവരുടെ ഹെഡായിട്ട് നമ്മൾ അല്ലെങ്കിൽ ലീഡറായിട്ടൊക്കെ നിയോഗിക്കുന്ന വ്യക്തികൾക്കാണ് ചില അധികാരങ്ങൾ എടുക്കാനായിട്ടുള്ള പവർ വിട്ടുകൊടുക്കുന്നത്. മീറ്റിംഗ് കൂടാനായിട്ട് അല്ലെ. ഇപ്പൊ സൂപ്പർവൈസറിന് ഇന്ന രീതിയിൽ സപ്പോർട്ടേറ്റ് എല്ലാം ഈ സമയത്ത് എല്ലാവരും വരണം എന്ന് നിർദ്ദേശിക്കാനായിട്ടുള്ള ഒരു പവർ, ഓക്കെ, ആ ഒരു ശക്തി, ആ ഒരു അധികാരം സൂപ്പർവൈസറിന് വിട്ടുകൊടുക്കുകയാണ്. കേറാവുന്നുണ്ടോ? മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാല് മറ്റുള്ളവരെ അല്ലെ അത് അനുസരിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള അധികാരം അവർക്ക് വിട്ടുകൊടുക്കാം. ആരാണത് വിട്ടുകൊടുക്കുന്നത്? അവരുടെ ടോപ്പ് ലെവലിലുള്ളവരായിരിക്കും ഈ അധികാരങ്ങൾ ഈ സൂപ്പർവൈസർമാർക്കൊക്കെ വിട്ടുകൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ സൂപ്പർവൈസർമാരൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സന്ദർഭങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രത്യേക ക്രിട്ടിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവരെന്ത് ചെയ്യും? എല്ലാവരെയൊക്കെ വിളിച്ചു കൂട്ടുന്നു. അവിടെ എല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് ഡിസിഷൻ എടുക്കുന്നു, തീരുമാനം എടുക്കുന്നു. ഓക്കെ അല്ലേ? അധികാരം എങ്ങനെയാണ് വിട്ടുകൊടുക്കണേ എന്നുള്ളത് ക്ലിയർ ആണോ? സ്പെസിഫിക് ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഓക്കെ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടാനും അവരെ ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനുള്ള ചുമതല വിട്ടുകൊടുക്കുന്നതാണ് എന്താ പറയുന്നത്? ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ലീഡർമാർക്കോ സൂപ്പർവൈസർമാർക്കോ അല്ലെങ്കിൽ വാർഡ് ഇൻചാർജ് ഒക്കെ ഉള്ളവർക്കൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള അധികാരങ്ങൾ കൊടുക്കുകയുള്ളൂ. എല്ലാവർക്കും വിട്ടുകൊടുക്കില്ല.
അവരുടെ മേൽത്തരത്തിലുള്ള ജീവനക്കാരാണ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം വെളിപ്പെടുത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ ഈ രീതിയിലെല്ലാം സംഘടിപ്പിച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത, ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്തരത്തില് എല്ലാ കാര്യങ്ങൾക്കും ടോപ്പ് ലെവലിൽ ഡിസിഷൻ മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഡേ ടു ഡേ കാര്യങ്ങളിലൊക്കെ താളം തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ടോപ്പ് ലെവലിൽ എടുക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് അവർ എടുക്കുള്ളൂ. അതിനപ്പുറം കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള അധികാരങ്ങൾ ഇവർ കിട്ടുള്ളൂ. ഇൻ കേസ് ഇവര് അധികാരങ്ങൾ പ്രയോഗിച്ചില്ലെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടാകും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രീതി അല്ലെ, ഈ ഓർഗനൈസിംഗ് നേച്ചർ സ്ട്രക്ചർ, ഈ ഘടന ഏതൊരു ഓർഗനൈസേഷനും മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഹോസ്പിറ്റലാണെങ്കിലും ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. വികസനത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ വർക്കുകൾക്കൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ പ്രിൻസിപ്പൾസ്? ജസ്റ്റ് വായിച്ചു നോക്കാം. നമുക്ക് അടുത്ത പ്രിൻസിപ്പളിലേക്ക് പോവാം. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഫംഗ്ഷനിലേക്ക് പോകാം. സ്റ്റാഫിംഗ്. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്? വേക്കൻസികളൊക്കെ ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ടുള്ള തൊഴിലാളികളെ കണ്ടെത്തി പോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സ്റ്റാഫിംഗ് ഫംഗ്ഷനിൽ വരുന്നത്. നോക്കാം. അക്കോർഡിംഗ് ടു Kunz and O'Donnell, managerial functions of staffing. Managerial function of staffing involves managing the organization structure through proper and effective selection, appraisal and development of personnel to fill the roles designed and the structure staffing involves. Okay, the staffing എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക എല്ലാവർക്കും. എന്താ പറയാ, കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോ കിട്ടണമെന്നില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് തന്നെ പോവാം. എന്താണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്? അക്കോർഡിംഗ് ടു Kunz and O'Donnell അല്ലെ, അദ്ദേഹം പറയുന്നത് managerial function of staffing involves managing the organization structure through proper and effective selection. അല്ലെ, അവിടെ സ്റ്റാഫിംഗ് എന്ന പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ഘടനാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതില് കൃത്യമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് effective selection, appraisal and development of personnel to fill the roles designed and the structure. ഓക്കെ, അതായത് നമുക്കറിയാം നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് വേക്കൻസി ഇരിക്കുകയാണെങ്കിൽ സെലക്ട് ചെയ്യുക, അപ്രൈസ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ, ഫിൽ ദ റോൾസ് ഡിസൈൻഡ് ആൻഡ് സ്ട്രക്ചർ. ആ ഘടനയെ അനുസരിച്ചിട്ട് എന്താണോ വർക്ക് അല്ലെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫിന്റെ ആവശ്യം ഉണ്ടാവും, നഴ്സുമാരുടെ ആവശ്യമുണ്ട്, ഡോക്ടേഴ്സിന്റെ ആവശ്യമുണ്ട്, സിപ്പർമാരുടെ ആവശ്യമുണ്ട്, ഒരുപാട് വേക്കൻസി അല്ലെ. അപ്പൊ സ്റ്റാഫിംഗില് പ്രധാനമായിട്ട് പറയുന്നത് ആ ഘടനയെ അനുസരിച്ചിട്ട് പ്രോപ്പർ ആൻഡ് എഫക്റ്റീവ് സെലക്ഷൻ അല്ലെ. ആ ഘടനയെ അനുസരിച്ചിട്ട് തന്നെ ഏത് ജോലിയാണോ ആ ജോലിയുടെ ഘടനയെ അനുസരിച്ചിട്ട് തന്നെ പ്രോപ്പർ സെലക്ഷൻ നടത്താം അല്ലെ. ആ പ്രോപ്പർ സെലക്ഷൻ നടത്തിയാൽ മാത്രം പോരാ, appraisal and development of a personnel fill the role design and structure. ആ ഘടനയെ അനുസരിച്ചിട്ട് അവരുടെ റോള് എന്താണോ അല്ലെ, ഏത് ഡ്യൂട്ടിയാണോ അവർക്ക് ചെയ്യേണ്ടത് ആ ഡിസൈൻ അനുസരിച്ചിട്ട് തന്നെ അവർ ഡെവലപ്പ് ചെയ്ത് എടുത്ത് നമ്മളെ കൊണ്ടുവന്നു അല്ലെ. നമ്മളിപ്പോ ചിലപ്പോ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ ഏതാണ്ട് ഒക്കെ ഉണ്ടാവും, പക്ഷെ എനിവേ പ്രാക്ടിക്കൽ നോളജ് ഒക്കെ കുറവായിരിക്കും അല്ലെ.
അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ ആണോ അല്ലെ, അതിനനുസരിച്ചിട്ടുള്ള സ്കില്ല് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അല്ലെ, എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ, തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അവർക്ക് സെലക്ഷൻ നടത്തിയിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മാനേജീരിയൽ ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റാഫിംഗ് ഇൻവോൾവ്സ് മാനേജിംഗ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോർ പ്രോപ്പർ ആൻഡ് എഫക്റ്റീവ് സെലക്ഷൻ. അതിൽ പ്രധാനമായിട്ടും വരുന്നത് നല്ല കാര്യക്ഷമമായിട്ടുള്ള സെലക്ഷൻ നടത്തുക എന്നതാണ്. അപ്പുറം പറയാണ് അപ്രൈസൽ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സൺ ടു ഫിൽ ദ റോൾ ഡിസൈൻ ആൻഡ് സ്ട്രക്ചർ. ആ സ്ട്രക്ചർ അനുസരിച്ചിട്ട് ആ വ്യക്തിയെ ഡിസൈൻ ചെയ്യുന്ന വെച്ചാൽ അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കേസ് നമുക്കറിയാം. അവിടെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യും അല്ലെ, അവരുടെ ക്വാളിഫിക്കേഷൻ മാത്രമല്ല ഈ ഒരു ജോലിക്ക് അനുയോജ്യനായിട്ടുള്ള പേഴ്സൺ ആണോ അല്ലെ, അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് തയ്യാറാക്കി നടക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വേരിയേഷൻസ് വെരിഫൈ ചെയ്യും. ഓക്കെ, നമ്മുടെ ജോലിക്ക് അനുയോജ്യനായിട്ടുള്ള പേഴ്സൺ ആണ്. അങ്ങനെ നമ്മൾ അവരെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എഫക്റ്റീവ് സെലക്ഷൻ ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഇൻവോൾവ് ചെയ്ത് പറയുന്നത്. ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. മാനേജർ ഫംഗ്ഷൻസ് ഓഫ് സ്റ്റാഫിംഗ് ഇൻവോൾവ് മാനേജിംഗ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ത്രൂ പ്രോപ്പർ ആൻഡ് എഫക്റ്റീവ് സെലക്ഷൻ, appraisal and development of a person to fill the role design and the structure of staffing. Okay, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലായതുകൊണ്ട് ഡെഫിനിഷൻ അതിനകത്തൊന്നും പഠിക്കേണ്ട, കാരണം നമുക്ക് ഡെഫിനിഷൻ ഒന്നും എഴുതാനൊന്നുമില്ല അല്ലെ, കോംപ്ലക്സ് ആണ്. പക്ഷെ ഇങ്ങനെ ഡെഫിനിഷൻ ഒക്കെ എഴുതേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെ രീതിയിൽ പങ്കുവയ്ക്കാം. സ്റ്റാഫിംഗിൽ വ്യത്യസ്ത ആൾക്കാർ വ്യത്യസ്ത രീതിയിലൊക്കെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്ന കാര്യം ഇവിടെ കുറെ ഡെഫിനിഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി. പേര് ഓർത്ത് വെക്കുക, ടൂൾസ് ആൻഡ് ഓട്ടോണെ. അതില് സ്റ്റാഫിംഗിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ്, ഓക്കെ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, റെമ്യൂണറേഷൻ, പെർഫോമൻസ് അപ്രൈസല്, പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. അതുവരെയുമാണ് ഇതിന്റെ കാര്യങ്ങൾ പറയുന്നത്. ഇത് ലീഡിങ് ആർ ഡയറക്ടറി എന്ന് പറയുന്നത് അടുത്തൊരു ഫംഗ്ഷനാണ്, മാനേജീരിയൽ ഫംഗ്ഷനാണ്. അപ്പോ ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അതായത് സ്റ്റാഫിംഗിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതിൽ ഫസ്റ്റ് കാര്യം എന്താണെന്ന് നോക്കാം. മാൻ പവർ പ്ലാനിങ് ആണ്. ഓക്കെ, മാൻ പവർ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ. ഒരു ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ഒരുപാട് വേക്കൻസി വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആദ്യം തന്നെ പ്ലാനിങ് വേണം അല്ലെ, എന്താണ് ഏത് വേക്കൻസിക്ക് പറ്റിയ വ്യക്തികളെയാണ് കണ്ടെത്തേണ്ടത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെ. ഈ മാൻ പവർ പ്ലാനിങ്ങിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നമുക്കറിയാം മാൻ പവർ എന്ന് പറയാനും ഹ്യൂമൻ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം അവിടെ വ്യക്തിയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ, ഹ്യൂമൻ റിസോഴ്സസ് ആണ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കിയാൽ മതി മാൻ പവർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. It involves putting the right number of people at the right place at the right time, doing the right things for which they are suited for the achievement of a goal of the organization. Okay, ഓർഗനൈസേഷന്റെ ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വേക്കൻസികൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ വേക്കൻസി റൈറ്റ് പ്ലേസ് നമുക്കറിയാം. ടെക്നീഷ്യന്റെ വേക്കൻസി വരുന്നിടത്ത് അനുയോജ്യമായിട്ടുള്ള ടെക്നീഷ്യനെ തന്നെ നിയമിക്കണം അല്ലെ. റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസി വരുന്നിടത്ത് നമുക്കറിയാം റിസപ്ഷനിസ്റ്റിന് എന്തൊക്കെ യോഗ്യതയുണ്ടോ അതിന് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെയാണ് കണ്ടെത്തേണ്ടത്. സോ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണോ അതിനോട് ചേർന്ന വിധത്തിൽ റൈറ്റ് പ്ലേസിൽ നമുക്കറിയാം റൈറ്റ് ടൈമിൽ തന്നെ നിയമിക്കണം അല്ലെ. ഇൻ കേസ് വേക്കൻസി അവിടെ വന്നിട്ട് ഒരുപാട് നാള് കിടന്നിട്ട് നമുക്ക് ഒരാളെ കണ്ടെത്തിയാൽ നമുക്കറിയാം ആ ബിസിനസിന്റെ ഫ്ലോ അല്ലെ, അവരുടെ പ്രവർത്തനങ്ങൾ താളം സംഭവിക്കാനായിട്ടുള്ള അല്ലെ, അവരുടെ എന്തെങ്കിലുമൊക്കെ ഡിലേ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഈ വേക്കൻസി വരികയാണെന്നുള്ളത് നേരത്തെ കൂട്ടി കണ്ടെത്തിയിട്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് എടുക്കണം, മുൻകരുതലുകൾ അവിടെ എടുത്തിരിക്കണം. വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ റൈറ്റ് പ്ലേസിൽ റൈറ്റ് കാൻഡിഡേറ്റിനെ തന്നെ നമുക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കണം അല്ലേ. ശരിയല്ലേ? എത്ര വേക്കൻസി ആണോ വരുന്നത് ആ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനെ അനുയോജ്യമായിട്ടുള്ള സ്ഥലത്തിൽ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കണം. So it involves putting the right number of people at the right place at the right time, doing the right things for which they are suited for the attachment of the goal of the organization. ഓർഗനൈസേഷന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്
എന്ത് സംഭവമാണോ അവർക്ക് ആ വേക്കൻസി വന്നിരിക്കുന്നത്, ആ വേക്കൻസിയിൽ എത്രത്തോളം വേക്കന്റ് ആയിട്ട് കിടപ്പുണ്ടോ അത്രത്തോളം വേക്കന്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. അതിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ് ആണ് എന്താ പറയുന്നത്, മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സ്റ്റാഫിംഗിലെ ഫസ്റ്റ് ഓക്കെ ആണോ? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഓക്കെ ആണോ? പത്താം മതി. റൈറ്റ് പ്ലേസില് റൈറ്റ് ടൈമില് നമ്മൾക്ക് വ്യക്തികളെ കണ്ടെത്തേണ്ടി അപ്പോയിന്റ്മെന്റ് ചെയ്യണം, അപ്പോയിന്റ്മെന്റ് ചെയ്യണം. അതിനോട് മുൻകൂട്ടിയുള്ള പ്ലാനിങ് ആണ് മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. റിക്രൂട്ട്മെന്റ് ഓർ സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ്. ഓക്കെ, നമ്മളിപ്പോ പ്ലാൻ ചെയ്തു. ഇപ്പോ കേസ് ഡെവലപ്മെന്റിന് സാധ്യതയുള്ള ഹോസ്പിറ്റലാണെങ്കിലും പുതിയ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയാണ്, അവിടെ ഇങ്ങനെ വേക്കൻസികൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി. അവിടെ ടെക്നീഷ്യൻ വേണം, നഴ്സുമാര് വേണം, ഡോക്ടർമാര് വേണം, അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് വേണം, അങ്ങനെ വേക്കൻസികളൊക്കെ വരാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി കണ്ടെത്താണ്. നമ്മൾ കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആപ്ലിക്കേഷൻസ് കിട്ടണം അല്ലേ? അപ്പൊ ആപ്ലിക്കേഷൻസ് കിട്ടണമെങ്കിൽ നമുക്കറിയാം അവിടെ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ് എല്ലാം നടത്തണം അല്ലെ? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് actively seeking out, finding and hiring candidates for a specific position or a job. ഏത് പൊസിഷനിലുള്ള ജോബാണോ അല്ലെ? ടെക്നീഷ്യൻ ആവാം, നഴ്സുമാരാവാം, ഡോക്ടേഴ്സ് ആവാം, ഏത് പൊസിഷനിലുള്ള ജോബാണോ ആ സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷനിലുള്ള ജോബിലേക്ക് അല്ലെ നമ്മൾ അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ കണ്ടെത്തണം. ഫൈൻഡിങ് ആൻഡ് ഹയറിംഗ് കാൻഡിഡേറ്റ്സ് അല്ലെ? അവിടെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. അതായത് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ, ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ കണ്ടെത്തുന്ന അല്ലെ, ആപ്ലിക്കേഷൻസ് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ. നമുക്കറിയാം ചിലപ്പോൾ പർസിംഗ് അഡ്വർടൈസ്മെന്റ് ആയിരിക്കാം, ചിലപ്പോൾ ക്യാമ്പസ് സെലക്ഷൻ അല്ലെ, അവിടെ പോയിട്ടായിരിക്കും അവര് നേരിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ടായിരിക്കാം പേഴ്സൺസിനെ കണ്ടെത്തുന്നത്. എനിവേ എങ്ങനെ വേണമെങ്കിലും കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കാം. നമുക്ക് വേക്കൻസി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിലേക്ക് ആപ്ലിക്കേഷൻസ് നമുക്ക് സമ്പാദിക്കാവുന്നതാണ്. അത് ഏത് രീതി വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അഡ്വർടൈസ്മെന്റ് കൊടുത്തോ, ക്യാമ്പസ് സെലക്ഷൻ നടത്തിയോ അല്ലെ, ഏത് രീതിയിൽ വേണമെങ്കിലും. ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഇന്റർവ്യൂ കോഡ് ഉണ്ട് എന്നുള്ള രീതിയിൽ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കാം. ഏത് രീതിയിലാണെങ്കിലും ആപ്ലിക്കേഷൻസ് സ്വീകരിക്കും. ആ സ്വീകരിക്കുന്ന രീതിയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് ആക്ടിവിറ്റി സീക്കിംഗ് ഔട്ട് അല്ലെ, ഫൈൻഡിങ് ആൻഡ് ഹയറിംഗ് കാൻഡിഡേറ്റ്സ്. അന്വേഷിച്ച് നമ്മൾ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. The recruitment definition includes the entire hiring process from inception to the individual's recruits integration into the company. നമുക്കറിയാം കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എവിടേക്കാണെങ്കിലും നമ്മൾ ആ ഇൻഡിവിജ്വൽസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യല്ലേ. ആപ്ലിക്കേഷൻസ് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ പലരിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ ഹയർ ചെയ്യാം അല്ലെ. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അപേക്ഷകൾ കണ്ടെത്താവുന്നതാണ്. The process of identifying and റിക്രൂട്ട്മെന്റ് എന്നുള്ളത് എന്തായാലും അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. റിക്രൂട്ട്മെന്റ് is the process of actively seeking out, finding and hiring candidates for a specific position or a job. ഫസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. ഇനി അടുത്തൊരു പോയിന്റ് അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ് തന്നെയാണ്, അത് നോക്കാം. റിക്രൂട്ട്മെന്റ് എന്താണെന്ന് നോക്കിയല്ലേ? 3 പോയിന്റും ഒന്നിച്ചാണ് പോണത്. റിക്രൂട്ട്മെന്റ് എന്താണെന്നുള്ളത് ഓക്കെ അല്ലേ? ആപ്ലിക്കേഷൻസ് കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി സെലക്ഷൻ കാര്യങ്ങളിലേക്ക് പോകാം. ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് ഹയറിംഗ് ദ ആപ്ലിക്കന്റ് ഫോർ ദ ഫില്ലിംഗ് ദ വേക്കൻസീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഇസ് കോൾഡ് സെലക്ഷൻ. നമ്മൾ വേക്കൻസികൾ വരുന്നതിലേക്കാണ് ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടെത്തുന്നത്. ദെൻ ആ വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്യുന്നത് ഈ നല്ല രീതിയിലുള്ള എന്താണ് എംപ്ലോയീസിനെ കണ്ടെത്തിയിട്ട് നമ്മൾ ആ വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്യുന്നു. ആ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത് സെലക്ഷൻ പറയുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത് നിയമിക്കുന്നത് ആരെയായിരിക്കും? ഏറ്റവും അനുയോജ്യനായിട്ടുള്ള പേഴ്സൺ ആയിരിക്കും അല്ലെ. എന്താണോ വേക്കൻസി വന്നിരിക്കുന്നത് ആ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കും. അത് നമുക്കറിയാം
സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തിയിട്ടാണ് ഒറ്റയടിക്കൊന്നും ആരെ അപ്പോയിന്റ്മെന്റ് ചെയ്യില്ല അല്ലെ. ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തും, ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേഴ്സണെയാണ് സെലക്ഷൻ നടത്തുന്നത്. ഓക്കെ, സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫില്ലിംഗ് ദ വേക്കൻസീസ് ഇൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലുള്ള വേക്കൻസി ഫില്ല് ചെയ്യുന്നതാണ് അല്ലെ. ആപ്ലിക്കേഷൻസിൽ നിന്ന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള പേഴ്സണെ കണ്ടെത്തി വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? സെലക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റിക്രൂട്ട്മെന്റ് എന്താന്നുള്ളത് ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് സെലക്ഷൻ. ഒക്കെ ചെറിയ ചെറിയ പോയിന്റ് ആയിട്ടാണ് കേട്ടോ. ഒരുപാട് റിക്രൂട്ട്മെന്റും സെലക്ഷനും പ്ലേസ്മെന്റ് ഒക്കെ ഇങ്ങനെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ഒരു ജോലിക്ക് നമ്മൾ അപേക്ഷ കൊടുക്കണമെങ്കിൽ തന്നെ കുറെ നടപടിക്രമങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അപേക്ഷ ഫില്ല് ചെയ്യുന്നത് അല്ലെ. അത് ചിലപ്പോ ആണെങ്കിൽ എന്താ പറയുക, കുറച്ച് പേയ്മെന്റ് വരെ ചോദിക്കാം. പിന്നെ അതേമാതിരി തന്നെ പല രീതിയിലൊക്കെ അപേക്ഷകൾ നമ്മൾ കൊടുത്തിട്ടാണ് സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് വരണമെങ്കിൽ നമുക്കറിയാം ഒരുപാട് വേക്കൻസികളിൽ നമ്മൾ ഒരുപാട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വേക്കൻസികൾ കിട്ടുമ്പോൾ അവര് ഇന്റർവ്യൂ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇതിൽ ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാനില്ല. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് കണ്ടെത്തുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ സെലക്ഷൻ എന്ന് പറയുന്നത് വേക്കൻസികൾ ഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെലക്ഷൻ. ഈ പ്ലേസ്മെന്റ്, the process of assigning a specific job to each one the selected candidate is called placement. ഓക്കെ, നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് കണ്ടെത്തി ഈ സെലക്ട് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റിനെ നമ്മൾ എന്താണ് സ്പെസിഫിക് ജോബിലേക്ക് അവിടെ അസൈൻ ചെയ്യുക അല്ലെ. അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന പ്രോസസ് ചെയ്യാനായിട്ട് പ്ലേസ്മെന്റ്. പ്രോസസ് ഓഫ് അസൈനിങ് എ സ്പെസിഫിക് ജോബിലേക്ക് അസൈൻ ചെയ്യും. അത് സ്പെസിഫിക് ജോബിലേക്ക് ആരെയാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്? ഈച്ച് വൺ ഓഫ് ദ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ഈസ് കോൾഡ് അല്ലെ. സെലക്ടഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെയാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അതിനെയാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മൂന്നും കിട്ടിയില്ലേ? റിക്രൂട്ട്മെന്റ് എന്താണോ, സെലക്ഷൻ എന്താണോ, പ്ലേസ്മെന്റ് എന്താണോ ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ എഴുതുക. ഓക്കെ, ഒരു പോയിന്റ് കൂടി എടുക്കാലോ? എടുക്കാമോ? നോട്ട് ചെയ്തോ എല്ലാവരും? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മള് ഇന്നെടുത്തത് ഓർഗനൈസിംഗ് ആണ്. ഓർഗനൈസിംഗിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ സ്റ്റാഫിംഗ് തുടങ്ങിയത്. അതിന് ഫസ്റ്റ് കാര്യം, സ്റ്റാഫിംഗിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കാര്യം മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. സെക്കൻഡ് വൺ റിക്രൂട്ട്മെന്റിന്റെ സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ് ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, നമ്മളിപ്പോ സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് പ്ലേസ്മെന്റ് ഒക്കെ കൊടുത്ത് നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് ആ വ്യക്തിയെ ഇണങ്ങി ചേർക്കണം അല്ലെ. നമുക്കറിയാം ഇപ്പോ അല്ലെ അവിടെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ ആയിട്ട് ഫ്രഷ് ആയിട്ട് വന്നവരെ പ്ലേസ്മെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അവർക്ക് പ്രാക്ടിക്കൽ നോളജ് ഒന്നും കിട്ടണമെന്നില്ല അല്ലെ. നമുക്കറിയാം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനും പറ്റാതെ വരും. അവർക്ക് ആ ഒരു ഓർഗനൈസേഷനോട് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചിലപ്പോൾ പേഴ്സൺസിനൊക്കെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് അല്ലെ. അത് അതിന്റെ രീതി അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ട് അവർ കൊടുക്കുന്ന സാലറിയുടെ ഒക്കെ ബേസിലൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം. അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രെയിനിങ് കൊടുക്കാം അല്ലെ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് റെഫർ ടു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് within a company created to enhance the knowledge and the skill of employee while offering information and instruction on how to better perform a specific task. ഓക്കെ, അവര് ഏൽപ്പിച്ചിരിക്കുന്ന സ്പെസിഫിക് ടാസ്ക് എന്ത് ജോലിയാണ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെ, അത് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻസോ എന്തെങ്കിലും അറിവുകളോ നിർദ്ദേശങ്ങളോ ഒക്കെ പങ്കുവെക്കാം അല്ലെ. അവരുടെ ആ നിർദ്ദേശങ്ങളൊക്കെ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള നോളജ് വേണം അല്ലെ. ഇപ്പൊ ട്രെയിനിങ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? റെഫർ ടു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് അല്ലെ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അതായത് കമ്പനി തന്നെ അവർക്ക് ഓഫർ ചെയ്യുന്നു അല്ലെ. അവരുടെ നോളജ് അല്ലെങ്കിൽ അവരുടെ കഴിവ് അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി തന്നെ ഓഫർ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്.
തീർച്ചയായിട്ടും ഇങ്ങനെ ഓഫർ ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന സ്പെസിഫിക് ടാസ്ക് ഏറ്റവും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ട്രെയിനിങ് കിട്ടുമ്പോൾ അങ്ങനെയല്ലേ ആ ഓർഗനൈസേഷന് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. Yes. The training is a short-term reactive processor meant for operative and processor, while development is a designing as a continuous reactive processor meant for executives. Okay. ട്രെയിനിങ് എന്ന് പറയുന്നത് ചിലപ്പോ ആണെങ്കിൽ ജസ്റ്റ് അവർക്ക് ഇപ്പോ വന്ന് കയറുമ്പോൾ അവർക്കൊരു പരിചിതമാകാൻ ഫെമിലിയാരിറ്റീസ് ഇതിനോടൊക്കെ പരിചിതമാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേറ്റീവ് ആയിട്ടുള്ള പ്രോസസ് ആണെങ്കിലും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ കരിയർ അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോളജ് ആണ് അവർക്ക് പറയുന്നത്. ഓക്കെ, അവർക്ക് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവർക്ക് പ്രാക്ടിക്കലി കാര്യങ്ങളും ഒരു പക്ഷേ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു മെഷീൻ സ്ഥാപിക്കുകയാണ്. അപ്പോ പുതുമ നിറഞ്ഞ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് തുടങ്ങണമെങ്കിൽ ചിലപ്പോൾ പുതുമ നിറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് അവർക്ക് നോളജ് ഉണ്ടാവണമെന്നില്ല. സോ അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ കോഴ്സ് അറ്റൻഡ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഡെവലപ്മെന്റ് അല്ലെ അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ്. സോ നോക്കാം എന്താണ് ഇവിടെ പറയുന്നത്. ട്രെയിനിങ് ഈസ് എ ഷോർട്ട് ടൈം റിയാക്റ്റീവ് പ്രോസസ് മീൻ ഫോർ ഓപ്പറേറ്റീവ് ആൻഡ് പ്രോസസ് വെയർ ഡെവലപ്മെന്റ് ഈസ് ഡിസൈൻഡ് ആസ് എ കണ്ടിന്യൂസ് റിയാക്റ്റീവ് പ്രോസസ്. അത് ഷോർട്ട് ടൈം ആയിട്ടുള്ള റിയാക്റ്റീവ് പ്രോസസ് ആണ് ട്രെയിനിങ് എങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യാം. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റിയാക്റ്റീവ് പ്രോസസ് ആണ് മീൻ ടു എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ട്രെയിനിങ് എംപ്ലോയീസ് aims is to develop a total personality. Okay, training എന്ന് പറയുന്നത് നമുക്കറിയാം ആ വ്യക്തിത്വത്തിൽ നല്ല രീതിയിൽ അത്തിപ്പോടെ പോകാനായിട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. In training, the initiative is taken by the management with the objectives of meeting the present need of an employee. And development initiatives taken by individual with the objectives to meet the future need of an employee. ഇതിലെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ പറഞ്ഞ ഫ്രഷേഴ്സിനൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ജസ്റ്റ് ആ ഒരു ഫെമിലിയാരിറ്റീസ് കിട്ടാറാണ്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോ ഫ്യൂച്ചറിൽ എന്തെങ്കിലും വെല്ലുവിളി വരികയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പിടിച്ച് നിലനിർത്തി തന്നെ കൊണ്ടുപോകാം. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം നല്ല കഴിവിട്ട എംപ്ലോയീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ അല്ലെ കുറച്ചും കൂടി നല്ല രീതിയിൽ കേസ് അവർക്ക് പ്രൊമോഷൻ ഒക്കെ കൊടുത്ത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധ്യതയുള്ള എംപ്ലോയീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് പുതിയ കുറച്ചും കൂടി ഡെവലപ്മെന്റ് ആയിട്ടുള്ള നോളജും സ്കില്ലുകളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ ദ ഇൻഡിവിജ്വൽ വിത്ത് ദ ഒബ്ജക്റ്റീവ്സ് ടു മീറ്റ് ദ ഫ്യൂച്ചർ നീഡ് ഓഫ് ആൻ എംപ്ലോയി. അല്ലെ, നമുക്കറിയാം ചിലപ്പോൾ ഒരേപോലെ തന്നെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവും. അത് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ എന്താണ് അത് അവര് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടാൻ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ബേസിക് നോളജ് ഉള്ളത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺസിന് പറ്റിയെന്ന് വരില്ല. അപ്പൊ ആ പുതിയ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിനോടൊപ്പം തന്നെയുള്ള നോളജ് അവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ്? എല്ലാവരും ഓക്കെയാണോ? സ്പീഡ് കൂടുന്നുണ്ടോ? ക്ലിയർ ആക്കി തന്നെ പോവാൻ ശ്രമിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വായിച്ചു വരാൻ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ക്ലിയർ ആക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.